സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ചിരി ആഘോഷമാക്കിയ ഭീമ സിനിമ ചിരിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ഭീമ സിനിമ ചിരിമ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ചിരിയുടെ ആഘോഷ കാഴ്ചകൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ ഇന്ന് ഭീമ സിനിമ ചിരിമയിൽ എത്തുന്നു നമ്മുടെ പ്രിയ താരം ജയസൂര്യ. ഏത് ഭാഷയിലാണ് ആദ്യം അഭിനയിച്ചത്? മറാഠിക്കാർക്ക് വേണ്ട ഒരു ഊള ലുക്ക് എനിക്കില്ലല്ലോ. മിമിക്രിയിലെ ഛർദിക്കുന്ന പൂച്ച സിനിമയിലെ ഗർജിക്കുന്ന സിംഹമായി മാറി. അമ്മേ, ഞാനൊരു കവിത ചൊല്ലട്ടെ അമ്മേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ. ഞാനും എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ജയസൂര്യ എന്തുകൊണ്ടാണ് ഒത്തിരി സ്റ്റേജുകളിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴല്ലേ അതിൻ്റെ ഒരു റിയൽ സംഭവം. ഇങ്ങനെ അവസരങ്ങൾ കിട്ടാതെ ഇങ്ങനെ അടങ്ങിക്കിടക്കുന്ന കലാകാരനായിരുന്നു. അതിപ്പോൾ വേദി വിട്ട് സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മിമിക്രിയിലെ ഛർദിക്കുന്ന പൂച്ച സിനിമയിലെ ഗർജിക്കുന്ന സിംഹമായി മാറി. ചാടി വീണു സിനിമയിലോട്ട്. അതുകൊണ്ട് മിമിക്രി ലോകം രക്ഷപ്പെട്ട്. സിനിമയിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിലൊന്നും ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല, മിമിക്രിയുടെ അംശങ്ങൾ. ഇല്ല 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 കാരണം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു സീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനൊക്കെ നമുക്ക് മിമിക്രി ഒരുപാട് ഹ്യൂമർ സെൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് തമാശ കാര്യങ്ങളൊക്കെ ചേർക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ ഈ സ്റ്റേജ് ചെയ്തവർക്ക് ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് ക്വാളിറ്റി പറഞ്ഞാൽ ഇവർ ലൈവായിട്ട് ഇവരുടെ റിയാക്ഷൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കിത് ഒരു സാധനം എഴുതി വായിക്കുമ്പോഴല്ലേ കാണുമ്പോഴേ തന്നെ ഇത് ഏതാണ്ട് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു ബോധം കൂടെ നമുക്കുണ്ട്. അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. സ്റ്റേജ് ചെയ്ത അളവോ കണക്കിലോ ഒന്നും നമുക്ക് സിനിമയിലോ ടിവിയിലോ ഒന്നും അഭിനയിക്കാൻ വേറെ കണക്കാണ്. ഏറ്റവും ഗുണം ഉണ്ടാകുന്നത് ഈ കാര്യത്തിലാണ്. നമുക്ക് അറിയാം ഇത് ചെയ്യാൻ പോവോ രക്ഷപ്പെടുവോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഈ സിനിമ ചിരിമ വേദിയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു മിമിക്രി കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് വേദികളിലൂടെ ഇന്ന് വളരെ സജീവമായി നിൽക്കുന്ന ഒരു മിമിക്രി കലാകാരൻ. അദ്ദേഹം നിങ്ങളെപ്പോലെ തന്നെ നായകനായിട്ട് സിനിമയിൽ വന്നയാളാണ്. മലയാളത്തിലല്ല എന്ന് തോന്നുന്നു, മറ്റേതോ ഭാഷയിലാണ് നായകനായിട്ട് വന്നത്. റജി പാല. ഓക്കെ, അല്ലെ എനിക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഏത് ഭാഷയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്? ആദ്യം അഭിനയിച്ച മറാഠി ഫിലിമില്. സമാധാനം. അല്ല മലയാളത്തിലേക്കാണെങ്കിൽ മലയാളത്തിൽ ചെയ്ത ഈ രണ്ടു മൂന്ന് പടം. ഒന്ന് മണിച്ചേട്ടൻ്റെ കൂടെ സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറഞ്ഞ ഫിലിമാണ്. പിന്നെ സ്നേഹിക്കാൻ ലാഡറോ? സ്നേഹിക്കാനല്ല, സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കൂടെ. പിന്നെ ജയേട്ടന്റെ പടത്തിലൊരു സെക്കൻഡ് ഹീറോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡില്. അതാണ് ഒരു സെക്കൻഡ് ഹീറോ? ഒരു സെക്കൻഡിലുള്ള ഹീറോ. അതാണ് സെക്കൻഡ് ഹീറോ. ഹോട്ടൽ കാലിഫോർണിയ. അതിനകത്തൊരു ACP ആയിട്ടുണ്ട്. പിന്നെ മറാത്തിയിലേക്ക് അത് ബോംബെയിൽ ഞാൻ ഷോയ്ക്ക് പോയതാ. അപ്പൊ അവിടെ എന്റെ ഒരു എത്ര ഷോയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ സ്പോൺസർ ഉണ്ട്, മണി നായർ. ആ മറാഠിക്കാർക്ക് വേണ്ട ഒരു ഊള ലുക്ക് എനിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ മണി നായർ പറഞ്ഞ അദ്ദേഹമാണ് ഈ ഫിലിമിലേക്ക് എന്നെ ഡയറക്ടറെ പരിചയപ്പെടുന്നു. അങ്ങനെ ചെയ്തു. ഇപ്പൊ മണി നായർ എവിടെയുണ്ട്? ബോംബെ തന്നെ ഉണ്ട്. അല്ല, പക്ഷെ വേറൊരു കാര്യം നമ്മൾ സമ്മതിക്കണം. ഇങ്ങനെ ഒരു പക്രു ഗിന്നസിലെത്തി, അവിടെ എത്തി, ഇവിടെ എത്തി, പത്മശ്രീ ഭരത് തൊട്ട് പോയി മിമിക്രിക്കാർ എവിടം വരെ എത്തി. മംഗൾയാൻ ഫോട്ടോ എടുത്ത് രണ്ടെണ്ണം അയച്ചപ്പോ അതിൽ രണ്ട് മിമിക്രിക്കാർ ചൊവ്വയിൽ നിന്ന് മിമിക്രി കാണിക്കുന്നു. നമ്മുടെ ചന്ദ്രന്റെ പേര് വരെ മിമിക്രിക്കാരന് വരെ തിരുമല ചന്ദ്രനില്ല. തിരുമല ചന്ദ്രന്റെ പേര് വരെ ഉണ്ട്. റജിയുടെ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടം ഏതായിരുന്നു? ഇപ്പൊ ലാസ്റ്റ് ഡ്രൈവർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ആസിഫ് വരാൻ പോകുന്നത്.
അതിന് തൊട്ട് മുമ്പ് ഇത് പക്രുച്ചേട്ടൻ ഡയറക്റ്റ് കുട്ടിയങ്കോലും. കുട്ടിയങ്കോലിലെ സൈജു ഗ്രൂപ്പിനപ്പോൾ ഉള്ള ക്യാരക്ടറായിരുന്നു. ഓക്കെ. പിന്നെ ഈ മിമിക്രി ഏത് ട്രൂപ്പിന്റെ കൂടെ ആയിരുന്നോ? ആദ്യകാലത്ത് രസിക എന്ന് പറഞ്ഞ സമിതിയിലായിരുന്നു. പിന്നീട് പത്തനംതിട്ട സാരംഗ് എന്ന് പറഞ്ഞ ട്രൂപ്പിന്റെ ഗാനമേളയ്ക്ക് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ജയേട്ടനെ വിളിക്കുന്ന ഒരാളായിരുന്നു. സാരംഗിൽ നിന്ന് റെജിയാണ് എന്ന് പറഞ്ഞു. അന്ന് ജയേട്ടന്റെ നമ്പർ ഒരു 2200 അങ്ങനെ ഒരു നമ്പർ ആയിരുന്നു ലാസ്റ്റ്. കാരണം സ്ഥിരമായിട്ട് ഞാൻ വിളിക്കും. പിന്നെ മാറ്റി അതുകൊണ്ട് മാറ്റിത്തായിരിക്കും. പക്ഷേ അങ്ങനെ പിന്നീട് പക്രുച്ചേട്ടൻ ഇപ്പം ഷോയ്ക്കൊപ്പം ഉണ്ട്, സുരാജേട്ടൻ്റെ എല്ലാ പ്രോഗ്രാമിലും ഉണ്ട്. അങ്ങനെ നസീറക്കേടൊക്കെ ഉണ്ട്, നാഷിക്കൊപ്പം ഉണ്ട്, എല്ലാവരും ഒപ്പം, പ്രസാദിനൊപ്പം ഉണ്ട്, എല്ലാവരും ഒപ്പം ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യണേ? കുറച്ച് പാട്ടുകാരും അതുപോലെ പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അവതാരകരെയും കാണാം അല്ലേ. അപ്പോൾ സാധാരണ പിഷാരടി തുടങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ജനകീയമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ചാനലിലെ ആൾക്കാരാണ്. അപ്പോൾ ടെലിവിഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് റിയാലിറ്റി ഷോകളുണ്ട്, അതിൽ വിധികർത്താക്കളുണ്ട്, മറ്റ് ചാനലിലെ വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ ആദ്യം അനുകരിച്ച് തുടങ്ങുന്ന ഒരു മജീഷ്യനെ കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തനതായ സംഭാഷണ ശൈലി കൊച്ചുകുട്ടികളെ പോലും രസിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു സംഭാഷണത്തിൽ കൂടി നമുക്ക് മറ്റു താരങ്ങളിലേക്ക് പോകാം. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും പറയുന്ന ഒരാളുണ്ട്, ഒരു ക്യാരക്ടർ വിഷ്ണു. എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ കൂടെ വിഷ്ണു കാണും. അപ്പോൾ ആ വിഷ്ണുവിൽ തുടങ്ങാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേടിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപയുണ്ട്. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ട് പെട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിലും ഒരു 10 രൂപയുണ്ട്. ഇതും അങ്കിൾ കണ്ടിരുന്നു. ഇനിയാണ് അങ്കിൾ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയിരിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു മോഷണ കലയാണ്. അങ്ങനെ പറഞ്ഞു. പിന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രോഗ്രാമാണ്. പക്ഷേ നമ്മുടെ മഴവിൽ മനോരമയിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച ഒരു സീരിയലാണ് തട്ടിമുട്ടി. അതിലെ അർജുനേട്ടൻ എന്ന കഥാപാത്രം എല്ലാ കുടുംബ സദസ്സുകൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തനതായ സംഭാഷണ ശൈലി, ആ ഒരു അവതരണ ശൈലി അല്ലെങ്കിൽ അഭിനയ ശൈലി രസമാണ്. ആ ഒരു ശബ്ദം നമുക്കൊന്ന് ശ്രമിക്കാം. അങ്ങനെ മോഹനവല്ലി അമ്മേ, ഞാനൊരു കവിത ചൊല്ലട്ടെ അമ്മേ? അമ്മേ, അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ വെക്കാന്നാ പറഞ്ഞു. 1500 രൂപ കൊടുക്കണം. നല്ലതല്ലേ അമ്മേ? അമ്മേ, അമ്മയുടെ മെസ്സിയുടെ മോന്ത ഒരുപോലെയാണ്. അപ്പുറത്തെ വീട്ടിലെ ലില്ലിക്കുട്ടി പറഞ്ഞു. ജേഴ്സി അല്ലേ അമ്മേ മെസ്സി, എന്നാ പറഞ്ഞാലും കന്നുകാലിയുടെ മോന്തയാ അമ്മച്ചിക്ക്. മോഹനവല്ലി വേണ്ട, അമ്മയാ നല്ലേ. പിന്നെ ഉള്ളത് ഇപ്പം സഞ്ചാരം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് പിഷാരിയുടെ ഒരു കടപ്പാടുണ്ട്. കാരണം പിഷാരി ഏറ്റവും കൂടുതൽ വേദികളിൽ അനുകരിക്കുന്ന ഒരു ശബ്ദമാണ് സഞ്ചാരം. അപ്പോൾ ചെയ്തോട്ടെ. അതിന് കടപ്പാടല്ല, നേരത്തെ നീ മാജിക് മോഷണ കലയെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. അപ്പോൾ ഈ സഞ്ചാരം നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറെ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥികൾ കൂടിയാണ്. അമ്പരച്ചുംബികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സതീർത്ഥനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എൻ്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്ത ആഴ്ച. പിന്നെ ഈ ചാനലുകളിൽ കൂടി ഒരുപാട് പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചില അവതാരകർ നമ്മൾ എപ്പോൾ ടെലിവിഷൻ ഓൺ ചെയ്താലും അതിനുള്ളിൽ കാണും. അത്തരത്തിൽ ഒരുപാട് ചർച്ചകളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണ് KP മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം അദ്ദേഹം പറയുന്നത് വളരെ കാര്യഗൗരവമുള്ള കാര്യമാണ്. ഈ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാറുമായിട്ട് അദ്ദേഹം ഒരു ചർച്ച നടത്തി ഫുട്ബോളിനെ പറ്റി. അപ്പോൾ അത് അദ്ദേഹവും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ആ ഒരു ചർച്ച നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടുപേരെയും കൂടെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അന്തർനാരിളത്തിന്റെ
കടന്നുകയറ്റങ്ങൾ കൂടി സ്പുഷ്ടവും ദൃഷ്ടവുമായ ചില കാര്യങ്ങളിൽ കൂടി കടന്നു ചെന്നാൽ വെള്ളാപ്പള്ളി നടേശൻ താങ്കളോട് എനിക്ക് രണ്ടു പുറത്തിൽ കവിയാതെ ഉപന്യസിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. താങ്കൾ പറയുകയുണ്ടായി ബ്രസീൽ താങ്കളുടെ ടീമാണ് എന്ന്. എന്താണ് അതിൻ്റെ വ്യക്തമായ ഒരു കാരണമെന്ന് താങ്കൾ ഒന്നര പുറത്തിൽ കവിയാതെ ഒന്ന് പറയാമോ? അതായത് ഈ ബ്രസീൽ ടീം എന്ന് പറഞ്ഞാൽ അത് SNDP ശാഖയുമായി അടുത്ത് ബന്ധമുള്ളൊരു ടീമാണ്. ആ ഒരു മഞ്ഞ കളറിലുള്ള ആ യൂണിഫോം കണ്ടാൽ അത് അവിടുത്തെ സംഘടനയുടെ ഒരു ടീമായിട്ട് നമുക്ക് തോന്നുമ്പോൾ അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കപ്പെട്ടത് ദാസേട്ടനെ അനുകരിച്ചാണ്. ശരി. അപ്പോൾ ദാസേട്ടൻ്റെ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തോടൊപ്പം പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന് അനുഗ്രഹം അങ്ങനെയൊക്കെ ഒരു വലിയ ഭാഗ്യമുണ്ടായി. അപ്പോൾ ദാസേട്ടൻ്റെ ദാസേട്ടൻ സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് പുള്ളിനെ പ്രത്യേകം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു ആ സ്റ്റേജിൽ ഷോ കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി. അപ്പോൾ ആ ഒരു സംഭാഷണത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ പാട്ടിലേക്ക്, ഞാൻ പാട്ടുകാരനൊന്നുമല്ല എങ്കിൽ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനം ആ സംഭാഷണത്തിൽ കൂടി. സംഗീതം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ ജഗദീശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വരദാനാണ് സംഗീതം. അപ്പം ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലാണ് ഓരോ മനുഷ്യരിലും ഈശ്വരൻ വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെറുതെ കലഹിക്കാതെ എല്ലാവരിലുമുള്ള ഈശ്വരൻ ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഈശ്വരൻ ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ. താങ്ക് യു. ഇനി ഇതുപോലെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സംഗീത സംവിധായകരുണ്ട്. ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ പിറവിയെടുക്കുന്ന മണ്ണാണ് നമ്മുടെ കേരളം. അപ്പോൾ മലയാളത്തിന് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരു വലിയ വ്യക്തിയാണ് MG രാധാകൃഷ്ണൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തനതായ സംഭാഷണ ശൈലിയും ഒരു കീർത്തനം കേൾക്കാം. സംഗീതം ഒരു വലിയ സാഗരം. ആ ഒരു സാഗരത്തെ അതിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം നമ്മുടെ കൈകളിലേക്ക് കോരിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ജന്മത്തിൻ്റെ പുണ്യമാണ്. അപ്പം ആ ഒരു പുണ്യം ലഭിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഈശ്വരൻ്റെ ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനം ദേവാസുരം എന്ന ചിത്രത്തിൽ ഞാൻ തന്നെ ആലപിച്ച ഒരു കീർത്തനമാണ്. അതായത് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയെവിടെ പീലിത്തിള
ഇണക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമൻ നെഞ്ചിലെന്നാത്മപ്രണാമം. താങ്ക് യു. ഇനി തമിഴകത്തു നിന്നും ഒരു താരം, പ്രകാശ് രാജ്. ഓക്കെ. ഒരുപാട് ചിത്രങ്ങൾ കൂടി നമുക്ക് രസിപ്പിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട താരം. ഡേ നാഴമാട്ടെ 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 சாப்பிடுறது ஏழு தேத்து எனக்கு யானிய வைக்கிறேன் இந்த ஆணையத்தில் பிடிச்ச போட்டோ மாட்டி பொட்டு வைக்கிறேன். டேய் ஒரு கம்ப்யூட்டர் கையில் வச்சு எனக்கு என்கவுண்டர் பண்ணா இன்னொரு அரை மணி நேரத்தை உனக்கு குடும்பத்தில் அத்தனை பேருக்கு நானும் அடிக்கடா சாவடி முடிஞ்ச தப்பச்சுக்கடா. நீ என்ன கொல்லுவடா கொள்ளுடா ஆத்தல சுத்த இறக்கணடா செல்லோ அதில் அப்ப எடுக்கண்டே അതേതാ. ഇനി നമ്മുടെ ലോകത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ദൈവം എന്ന് പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹം കളി നിർത്തി പോയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചു, ഒരുപാട് വേദന ഉണ്ടാക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്പീച്ച്, അദ്ദേഹം ആ കളിക്കളത്തിൽ വെച്ചിട്ടുള്ള ഒരു പ്രസംഗം നമ്മൾ ഒരുപാട് വേദനയോടാണ് കേട്ടത്. അപ്പോൾ ആ ഒരു പ്രസംഗം നമുക്ക് ശ്രദ്ധിക്കാം. My life between 22 yards for 24 yards. It's hard to believe that the wonderful journey is coming to end. At the age of 11, my father gave me freedom. And he told me that, chase your dreams, but make sure you don't find shortcut. Apart from my difficult, but don't give up. Above all, he told me a nice human being. Thank you. Thank you all. പക്ഷെ ചെറിയൊരു കാര്യം, ഇത് ഇതേ സിമിലാരിറ്റിയാണ് സിദ്ദിഖ് സാറിന്റെ സൗണ്ട്. ആ ഒരു ശബ്ദം ശക്കലൊന്ന് മാറ്റിവിട്ടായി സച്ചിനിൽ നിന്ന് സിദ്ദിഖ് സാറിലേക്ക്. മൈ ലൈഫ് between 22 years for 24 yards. It's hard to believe that the wonderful journey is coming to end. ദാസേട്ടന്റെ വോയിസ് ചെയ്തപ്പോൾ പിഷാരടിയുടെ വോയിസ് ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അല്ല സീരിയസ്ലി ചെയ്ത് നോക്ക്. പിഷാരടി ശബ്ദം ദാസേട്ടന്റെ വോയിസ് ഞാനീ പറയുന്നതൊക്കെ വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു കാര്യമുണ്ട്, െല്ലാം കൂടെ എന്റെ മുന്നോട്ട് കയറിക്കും. അപ്പൊ ഇനി അവസാനമായിട്ട് TG രവി, അദ്ദേഹത്തിന്റെ പഴയകാല വോയിസ് അബിക്കൊക്കെ നമ്മൾ മുമ്പേ ഇമിറ്റേറ്റ് ചെയ്തു. റോമൻസ് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇഷ്ടം കൊണ്ട് പഠിച്ചാണ്. അപ്പോൾ റോമൻസിലെ ആരെയാടാ നീ തന്തയില്ലാത്തവെന്ന് പറഞ്ഞത്? ആരെയാന്ന്? നല്ല തന്തയ്ക്ക് പിറന്നവനാണ് ഫാദർ റോഡ്രിഗസ്. 19 വർഷക്കാലം കാത്തിരുന്ന് കിട്ടിയ പൊന്നോമന പിരിവിരിൽ നിന്നും പിടിവിടാൻ പോലും കൂട്ടാക്കാതെ ചങ്ക് കല്ലാക്കിയ അവന്റെ അപ്പൻ അവനെ സെമിനാരിയിലേക്ക് അയച്ചത്. എല്ലാം തികഞ്ഞൊരു നല്ല വൈദികനായവൻ പുറത്തു വന്നപ്പോൾ അവന്റെ നന്മയെ കാണാത്ത ഈ നാട്ടിലെ വിഡ്ഢിപ്പരീക്ഷകൾ അവനെ കെട്ടിത്തൂക്കി. താങ്ക് യു. ഓക്കെ റജി, ഗ്രാൻഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ അവിടെ തന്നെ തുടരാൻ പറയണോ? മറാഠിയിൽ തന്നെ? അല്ലല്ല, മിമിക്രി തന്നെ തുടരും. അല്ല മിമിക്രിയിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവരുണ്ട്. വേറെ എന്തെല്ലാം പണി നല്ല ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പോവാം. അതെന്താ അങ്ങനെ പറഞ്ഞ? വേറെ എന്തൊക്കെ നല്ല പണി? എന്താ മിമിക്രി അത്ര മോശമാണ്? അല്ലെ, മിമിക്രി നമുക്ക് ജീവിക്കേണ്ടത്. എന്തായാലും മിമിക്രി വേദിയിലും സിനിമാ വേദിയിലും വലിയ വലിയ വിജയങ്ങൾ റജിയെ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഒരുമിച്ച് എന്തായാലും ഭാവിയിൽ വർക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് റജി. പിഷാരടി കറക്റ്റ് ആയിരുന്നു കേട്ടോ. അത് എന്തായാലും പണി കൊടുത്തു. നന്നായിട്ട്. ഈ എപ്പിസോഡിൽ വീണ്ടും ഇവിടെ ഞങ്ങളോടൊപ്പം വന്നു പിഷാരടിയോട് ഒരുപാട് നന്ദി. നന്ദി സാർ. കാരണം പിഷാരടി നേരത്തെ പോകേണ്ടതിന്റെ പേരിലാണ് ഇനി എന്തോ ഒരു 10 ചാനലിൽ ഷൂട്ട് ഉണ്ടെന്നാണ് പിഷാരടി പറയുന്നത്. തിരിച്ചും നന്ദി. ഓക്കെ സാർ.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോട് പറയാൻ നിൽക്കണ്ട. ഞാൻ കൊണ്ടുപോകും. എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ ഇല്ല, കൊണ്ടുപോകും. ഇല്ല, ഇല്ല, ഇല്ല. നിങ്ങൾ കൊണ്ടുപോകും. മിക്കവാറും കൊണ്ടുവരുള്ളതല്ല ഞാൻ തന്നെയാണ്. എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ നടക്കൂല. ഞാൻ തന്നെ. എന്തോർത്തെങ്കിലും പറയണല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതിർത്തി തർക്കമാണ്. അതിർത്തി തർക്കമല്ല, എൻ്റെ മക്കളാണ് ഈ 3 ആണുങ്ങളും ഈ ഒരു പെണ്ണും. ഇതെൻ്റെ മൂത്ത മോൻ ഞാൻ നിൽക്കണത് ദാസൻ, ടാറുപണിയാ. പിന്നെ നാട്ടുകാർ വിളിക്കുന്നത് ടാർസൻ എന്നാ. ദൈവൻ മാറുന്നു. കല്യാണം കഴിക്കണതിന് മുമ്പ് കൂട്ടുകാർ വിളിച്ചിരുന്നു മണ്ണുണ്ണി എന്നാ. കല്യാണം കഴിച്ചതിന് ശേഷം ഇവനിപ്പോൾ പെണ്ണുണ്ണി എന്നാ വിളിക്കുന്നത്. ഇതാണ് എൽദോസ്. ഇവൻ എൽദോസ് അല്ല, യൂദാസ. സ്വന്തം അപ്പനെ വരെ ഒറ്റ കൊടുക്കണവനാണ്. ഇത് എൻ്റെ മകൾ ആലീസ്. ഞാൻ പൊക്കി പറയണല്ല, ഇവൾ കെട്ടിച്ച് വിട്ട അന്ന് തന്നെ പൊളിഞ്ഞു പാളീസ്. ഇത് എൻ്റെ ഒരേ ഒരു എരിമമകൻ എൻ്റെ മരുമകൻ ചാൾസ്. ഇവൻ്റെ വിചാരം ചാൾസ് രാജകുമാരനാണ്. ഒരു ഹാൻസിൻ്റെ വില പോലും ഇല്ല. തിന്നുക 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 തിന്നുക. ഇവൻ്റെ വയറ്റിലാണോ കൊക്കോപ്പുഴു ഇവൻ്റെ വയറ്റിലാണോ എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഞാൻ ഇവന്മാരെ വിളിച്ചിട്ട് ഇവന്മാർ വന്നില്ല. എനിക്കുണ്ടായിരുന്നൊരു മേരി, എൻ്റെ മേരി പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ മക്കൾ. മനുഷ്യാവകാശ കമ്മീഷന് ഞാനൊരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വിറച്ച് വന്നിരിക്കുക. പനി പിടിച്ച് വിറച്ചല്ല, പേടിച്ച് വിറച്ച് വന്നിരിക്കുക. പകൽമാന്യന്മാരാ. അപ്പം കാണാം. എടാ മോനെ, അപ്പൻ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ എന്ത് പണി കാണിച്ചടാ? ഞങ്ങളിങ്ങനെ നാണം കെടുത്തുള്ള വല്ല കാര്യമുണ്ട്? ഞാൻ നിന്നെ എന്താടാ നാണം കെടുത്തിയത്? എന്തിനാണ് ഈ കേസൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ വിളിച്ചു വരുത്തിയേക്കണം ഇവിടെ? ഞാൻ നിന്നെ ആള് വിട്ടിട്ട് നീ വന്ന എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വന്ന് ഡെങ്കിപ്പനി വന്ന് മലമ്പനി വന്ന് ഞാൻ ഇവിടെ കിടന്ന് എല്ലാം തിരിഞ്ഞു നോക്കാൻ നീ തയ്യാറായടാ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വരണത് താല്പര്യമുണ്ട്. എന്റെ പെണ്ണും പിള്ളക്ക് ഈ ഓടിട്ട വരെ താമസിക്കണമെന്ന് ഒരു താല്പര്യമില്ല. ചാടാൻ മെഴുകിയ തറയെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടല്ലടാ ഓടിട്ട വീട് കണ്ടത്. ഇപ്പോഴല്ലേ അവള് ടെറസ് കണ്ടത്. നിന്റെ അപ്പന് ലോട്ടറി അടിച്ചു. 1 കോടിയൊന്നും അല്ല അടിച്ചത്, 5000 ഉരുവല്ലേ അടിച്ചത്. അതെ. എടാ നാണം കെട്ടവൻ അവിടെ പോയി കിടക്കാതെ ആ പെണ്ണുമ്പിള്ളേരും വിളിച്ച് ഇവിടെ വന്ന് കിടക്കണം. അപ്പനെ നോക്കടാ. അപ്പനെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലെന്നാ പറയണത്. നീ എന്ത് കൊണ്ടുപോയിട്ടുണ്ട്? അപ്പനെ ഞാൻ ഒരു ദിവസം കൊണ്ടുപോയതിന്റെ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. എന്ത് നാണക്കേട്? ചേട്ടൻ അറിയാമോ, ഒരു ദിവസം ഞാൻ അപ്പനെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാ. അതിന്റെ നാണക്കേട് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എന്ത് നാണക്കേടാ? ഒരു പട്ടിനെ കുളിപ്പിക്കാനും ചാണാൻ പാരാനും വിറക് കീറാനും തേങ്ങ പൊതിക്കാനും ഒരു പണിക്കാരനെ അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോഴാണ് അപ്പന്റെ കാര്യം ഓർത്തത്. അപ്പ വെറുതെ ഇരിക്കണല്ലേ, അപ്പനെ കൊണ്ട് ഈ പണി അങ്ങോട്ട് ചെയ്യിപ്പിച്ചാൽ എനിക്ക് ലാഭമല്ലേ. അങ്ങനെ ഞാൻ അപ്പനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ചെയ്യുകയും ചെയ്ത്. എന്നിട്ട് അപ്പന് വല്ല കുറവുണ്ടായിരുന്നു ആ വീട്ടിൽ? സമാധാനത്തിന് മാത്രമേ എനിക്ക് കുറവുണ്ടായി, ബാക്കി എല്ലാം എനിക്ക് കൂടുതലായിരുന്നു. എന്റെ മകനെ എല്ലാത്തിനും കുളിപ്പിച്ചില്ല. എന്നിട്ട് എല്ലാത്തിനും കുളിപ്പിച്ചു. ഞാൻ കുളിപ്പിക്കാത്തത് നിന്നെ പെണ്ണുമ്പോഴേ അവളുടെ അമ്മനെ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളാം, വേറെ എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് പറഞ്ഞതാ. ഞാൻ നിനക്ക് എന്ത് നാണക്കേടുണ്ടാക്കി? ഞാൻ നോക്കിയപ്പോഴത്തേക്കേ പെണ്ണുങ്ങൾ കുളിക്കടവ് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അവർ കുളിച്ച തെറി പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോണില്ല. അവരോട് പറയണം മകൻ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എടാ മകനെ, എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പൊ അവർ എന്നോട് എല്ലാ ദിവസവും പറയും അപ്പൊ ശരീരം നോക്കണമെന്ന്. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ കുറെ ശരീരങ്ങൾ ഞാൻ അവിടെ നിന്ന് നോക്കി നിന്ന്. അതിന് ഇവൻ എന്നോട് പറയും അവിടെ പോയി എന്തിനാ ശരീരം നോക്കി നാണക്കേടുണ്ടാക്കി? കണ്ട പെണ്ണുങ്ങളുടെ ശരീരം നോക്കണമെന്നല്ല പറഞ്ഞത്, അപ്പന്റെ ശരീരം നോക്കണമെന്നാ പറഞ്ഞത്. എന്നാ അന്ന് അങ്ങനെ പറയണം. ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് ശരിയാവില്ല. എന്റെ ഇതിലും ഭേദം അവൻ തല്ലനായിരുന്നു. ഞാൻ വലിച്ചെറിഞ്ഞപ്പോ എന്റെ ഉളകാണ് പോയത്. അല്ല നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കൊണ്ടുപോകൂല, ഉറപ്പാ. എന്റെ അപ്പനിങ്ങ വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്തിനാടാ ഇങ്ങനെ വലിച്ചെറിയൂല? ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൻ ഓർമ്മയുണ്ടോ? 1985 ജനുവരി 12-ാം തീയതി ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് കാല് കുത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ ഭാര്യയുടെ അമ്മ നേരെ മേലോട്ട് പോയി. അപ്പം കാല് കുത്തിയത് കൊണ്ടാണ് എന്റെ ഭാര്യയുടെ അമ്മ മരിച്ചതെന്നാണ് അവള് പറയണത്. ഇപ്പോഴും എനിക്ക് ചെവി നിലം കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്റെ വീട്ടിൽ വരരുത്. നിന്റെ അമ്മായിയമ്മ സീരിയസ് ആയിട്ട് കിടക്കുന്നത് വർഷങ്ങളായിട്ട് കിടന്നതാണ്. മരിക്കാൻ പോണെന്ന് നീ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. കാണണമെങ്കിൽ അപ്പം വന്ന് കണ്ടോളാൻ. ഞാൻ അങ്ങോട്ട് വരെയും ചെയ്ത് അവര് മോലോട്ട് പോവുകയും ചെയ്ത്. ഞാൻ വന്നത് കൊണ്ടാണ് അവര് ചത്തത്. അതൊന്നും എനിക്കറിയില്ല. അവൾ എന്തായാലും ചെവിയും നിലം കേൾപ്പിക്കണം. അപ്പൻ എന്റെ വീട്ടിൽ വരാൻ നിൽക്കണ്ട. നീ പെണ്ണിന്റെ വാക്ക് കേട്ട് ഇങ്ങനെ പെണ്ണുണ്ണി ആകാതെ അപ്പനെ നോക്കാൻ പഠിക്കടാ. അല്ല അങ്ങനെ ഒഴിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ലതേ. നീ ഇളയ മോനല്ലേ, നിനക്കും കൊണ്ടേ നിർത്താ. ഞാൻ കൊണ്ടേ നിർത്തി. ഞാൻ ഒരു 6 മാസം കൊണ്ട് നിർത്തിയാണ് ഈ സാധനത്തിനാ. എന്റെ പൊന്നോ, വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ല. ഈ സാധനത്തിന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ഭാര്യ വഴക്കിട്ട് പോയി. എടാ നീ എന്താണ് എന്നെ വീട്ടിൽ കൊണ്ടുപോയത്? നിന്റെ ഭാര്യ വഴക്കിട്ട് പോയപ്പോ നിനക്ക് രാത്രി കിടക്കാൻ അന്തിക്കുട്ടിന് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോഴല്ലേ 2 ദിവസത്തേക്ക് നീ എന്നെ വിളിച്ചു കൊണ്ടുപോയത്? ഈ അപ്പനെ ഞാൻ അങ്ങോട്ട് കൊണ്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞപ്പോഴേ അന്നേരം പോയതാ പുള്ളിക്കാരി. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലേ, തിരിച്ചു വരൂല. നട്ടല് വേണോടാ, നട്ടല് വേണം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ കോല വേണല്ലോ, ഇവിടെ കിടന്ന് അറിയിക്കണ എല്ലാം വിചാരിച്ച് ഞാൻ തിയേറ്ററിൽ കൊണ്ട് ഒരു സിനിമ കാണിക്കാന്ന് വിചാരിച്ചു. സിനിമക്ക് കയറി കേട്ടോ, സിനിമക്ക് കയറി ഇന്റർവെല്ലിലായപ്പോഴേക്കും ആ ഇരുട്ടത്ത് അപ്പനെ കാണാനില്ല. ഇരുട്ടത്തിറങ്ങി കിടക്കണ പരിപാടി നിർന്നിട്ടില്ല. ബാക്കി കൂടി ചോദിക്കണം. അപ്പം വല്ല മൂത്രമൊഴിക്കാൻ പോയതായിരിക്കും. മൂത്രമൊഴിക്കാൻ പോയതേ 3-4 മണിക്കൂർ ഞാൻ അവിടെ കിടന്ന് അന്വേഷിച്ചു. എന്നിട്ട് അവസാനം മുറുക്കാങ്കടയുടെ മുമ്പിൽ വന്നത് ഇങ്ങനെ ഇരിക്കണം. തിയേറ്ററിന് പുറത്താ? ആഹാ, എന്ത് പണിയാണ് കാണിക്കണം? ഇവൻ എന്നെ സിനിമക്ക് കൊണ്ടുപോയി. അതിന്റെ ഗാന്ധി എന്റെ കയ്യിൽ നിന്ന് പൊട്ടി. എന്നെ വിളിച്ച് അകത്തിരുത്തി ബാൽക്കണിക്കാ ഇരുത്തിയത്. ഞാൻ ഇവിടെ ഇരിക്കണം, ഇവൻ ഇപ്പുറത്തിരിക്കണം. ഇവൻ സിനിമ കാണും, എന്റെ മുഖത്ത് നോക്കിച്ചിരിക്കും. ഇവൻ സിനിമ കാണും, എന്റെ മുഖത്ത് നോക്കിച്ചിരിക്കും. പിന്നെ ഇവൻ സിനിമ കാണും, എന്റെ മുഖത്ത് നോക്കിച്ചിരിക്കും. ഞാൻ എന്താടാ ചാർലി ചാപ്ലിൻ എന്റെ മുഖത്ത് നോക്കി ഇത്രയും ചിരിക്കാൻ? അതെ, എനിക്ക് സഹിക്കാൻ പറ്റാട്ടായപ്പോ ഞാൻ പുറത്തേക്ക് പോയി. അതെ. അപ്പന് ഏത് സിനിമ കാണാൻ പോയത്? കിങ് കോങ്. മതി എല്ലാവരും അപ്പനെ കളിയാക്കിട്ട്. അപ്പൊ
കാര്യം ഇതൊക്കെയാണെങ്കിലും അപ്പം വീട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഭയങ്കര കോമഡിയാ. നമ്മളൊക്കെ ചിരിപ്പിക്കാൻ അപ്പം ഭയങ്കര എടുക്കാം, ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒറ്റ പ്രശ്നം ഒഴിച്ചാൽ അപ്പൻ ഓക്കെയാണ്. അല്ല, അത് ഞാൻ വേറെ ഒന്നുണ്ടായിട്ട് പറഞ്ഞല്ല. ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിട്ട് നിനക്കറിയാലോ, ഞാൻ ആ ടിവിയുടെ മുകളിൽ വെച്ചിരുന്ന പ്രതിമ നീ കണ്ടല്ലേ, നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് ആ 3 പ്രതിമകള്. അപ്പൻ ഒരു ദിവസം വീട്ടിൽ കയറി വന്നിട്ട് ആ 3 പ്രതിമയിലേക്ക് കയറി ചാടി പിടിച്ച് ആ പ്രതിമ മൊത്തം താഴെ വീണ് പൊട്ടിപ്പോറാം. എന്ത് പണിയാണ് അപ്പൊ ഈ കാണിക്കണത്? എങ്ങനെ വീട്ടിൽ കൊണ്ട് നിർത്തും? ഇവൻ എന്നെ കൊണ്ടുപോകാതിരുന്നൊരു കൊണ്ടുപോകൽ കൊണ്ടുപോയാണ്. ഇവൻ എന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ആ നോക്കുമ്പോൾ ടിവിയുടെ പുറത്ത് 3 രൂപങ്ങൾ ഇരിക്കണം. ഞാൻ വിചാരിച്ചു ഇവനും ഇവന്റെ മക്കളും കൂടി കെട്ടിപ്പിടിച്ചിരിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അതിനെ കയറി കെട്ടിപ്പിടിച്ച്. പിന്നെയാണ് അറിയണത് കാണരുത് കേൾക്കരുത് പറയരുതെന്ന് പറഞ്ഞ 3 കുരങ്ങന്മാരുടെ പടമാണ്. വീണപ്പ എല്ലാരും ചിരിച്ചു. പിന്നെ ഇവൻ മാത്രം നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. അവന് സങ്കടം ഉണ്ടാവും. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അല്ലടാ, ആ പ്രതിമ വീണത് നിന്റെ മുഖത്താണോ? പ്രതിമയല്ല എന്റെ മുഖത്തോട്ട് വീണത്, അവളുടെ കയ്യ വന്ന് വീണത്. വല്ല ആവശ്യമുണ്ടോ? നട്ടല് വേണോടാ പെണ്ണുണ്ടി, നട്ടല് വേണം. അപ്പനെ നോക്കാൻ ചേട്ടൻ ഇത് കേക്ക്. കഴിഞ്ഞ വർഷം ഓണത്തിന് അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങിയാ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് ഞങ്ങളെല്ലാരും കൂടെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പനെ കാണാനില്ല. അത്ര നേരം നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള മാവഞ്ചോട്ടിൽ അപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ശരി ഊണ് കഴിക്കാൻ വിളിക്കാന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോ കണ്ട കാഴ്ച എനിക്കങ്ങനെ നാണം വന്നിട്ട് പാടില്ല ചേട്ടാ. ഞാനത് എങ്ങനെ പറയാം? അങ്ങനെ മാന്യന്മാരോട് പറയാൻ പറ്റില്ല ചേട്ടാ. എന്നോട് പറയടി. മാന്യന്മാരോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അത്രക്ക് മോശമാണ്. അത്രക്ക് മോശം. ചേട്ടനോട് മാന്യന്മാരോട് പറയാൻ പറ്റില്ല പറഞ്ഞു. അയ്യേ, നീ ശരിക്കും കണ്ട? ഞാൻ കണ്ടു ചേട്ടാ. അപ്പനെ കൊണ്ട് ചേട്ടാ എന്താ കാര്യം? ഞാനൊന്ന് പറയട്ടെ വന്നേ. എടാ ഞാനൊന്ന് പറയട്ടെ, പറഞ്ഞില്ലല്ലോ അതിന്. പറഞ്ഞോ. എടാ അവള് താമസിക്കുന്നത് കോളനിയിലാന്നറിയാലോ. അവളല്ല, അവളുടെ വീട് കോളനി ഭാഗത്താണല്ലോ. ഈ കോളനിയിലുള്ള പെണ്ണുങ്ങൾ കുളിക്കണം എന്ന് പറഞ്ഞാൽ മറപ്പുര നിനക്കറിയാലോ. വെറുതെ ഒരു ചെറ്റ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് അവര് കുളിക്കാൻ കയറി ഇരിക്കുന്നത് അവിടെ. അപ്പം നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ ആ പെണ്ണിന്റെ ചോട്ടിൽ പോയി നിൽക്കുന്നത് ഇവിളി എന്ന് നോക്കുമ്പോൾ. ഇത്ര പ്രായം ഇതിനൊന്നുമില്ലെങ്കിലും തിരുവോണത്തിന് ഞാൻ ഇവളുടെ വീട്ടിൽ പോയെന്നുള്ളത് നേരാ. പപ്പടമ്പഴം പായസം വെക്കണേന്റെ തിരക്കിൽ ഇവിടെ അകത്ത് ഞാൻ പുറത്ത് നിൽക്കുക. നീലാണ്ടം മാവിന്റെ അവിടെ കിടക്കണ ഊഞ്ഞാലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇളയ മോള് പെങ്കി വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പൂപ്പൻ ഇരിക്കും ഞാൻ ആട്ടിത്തരാന്ന് പറഞ്ഞു. ആ ചെറിയ കൊച്ചി എന്നെ ഇരുത്തി ഒരു സിംഗിൾ തള്ളു തള്ളി. ഞാൻ പുറമെ മേലോട്ട് വന്നിട്ട് താഴോട്ട് വന്നു. രണ്ടാമത് 2 മക്കളും കൂടി ഒരു ഡബിൾ തള്ളു തള്ളി. ഞാൻ കെട്ട് പൊട്ടിച്ച് ചെന്ന് വീണത് അവരുടെ മറപ്പരയിലായി. അമ്മണി കുളിച്ച് തീരുമ്പോഴേ ഞാൻ അവിടെ ഇരുന്ന് മാപ്പ് പറഞ്ഞു. ഞാൻ മാത്രമല്ല എന്നോട് പൊറുക്കണം അമ്മണി എന്ന് പറഞ്ഞു. പക്ഷെ അമ്മണി പൊറുത്തില്ല. എന്താ ഉപദ്രവം? പിന്നെ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ അവര് തല്ലിയത്? ടെൻഷന്റെ ഇടയിൽ എന്റെ കൂടെ പൊറുക്കണമെന്നായി. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. കണ്ട, ഇതാണ് പ്രശ്നം. എങ്ങനെ കൊണ്ടുപോകും? ഞാൻ അമ്മണി ആരാന്ന് മനസ്സിലായോ നിനക്ക്? ചേട്ടോയ് മനസ്സിലായോ? പീഡന കേസിൽ പിടിച്ചില്ലേ? ഏതമ്മണി? മറ്റേ അമ്മിണി. മനസ്സിലായില്ല. ഉമ്മടെ അമ്മിണി. അമ്മണി അല്ല, നിന്റെ അമ്മണി. ഇമ്മടെ അമ്മണി എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മടെ അമ്മണി പറയരുത്. എന്റെ കാര്യത്തിൽ ഒരു അതെ നോക്കേ, നീ മാത്രമേ അപ്പനെ കൊണ്ടുപോകത്തേ ഉള്ളൂ. നീ ഒന്ന് ഇടക്കൊന്നും കൊണ്ടുപോയി അപ്പനെ നോക്ക്. ഇടയ്ക്ക് കൊണ്ടുപോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോകുന്ന സമയത്ത് അപ്പൻ എന്താ ചെയ്തേ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് എടുത്ത് ചാടി കയ്യും കാലും ഒടിഞ്ഞ് ഞാനാ കാശ് മുഴുവൻ ചെലവാക്കിയത്. ഇവിടെ എന്നെ ബസ്സിൽ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ് മക്കളെ. ബസ്സിൽ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കിരിക്കാൻ സീറ്റ് കിട്ടിയിട്ട് പോലും എന്നെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ അവിടെ ഇരുന്ന് ഡ്രൈവറോട് ഇവിടെ ഞാൻ കേൾക്കാതെ പറഞ്ഞു കൊടുക്കുക ബസ് കത്തിച്ച് വിട്ടോളാൻ. ബസ് കത്തിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് ഇന്ന് കത്തി കരിയായി പോകില്ലേ? അപ്പൊ ഇവിടെ ചെയ്യണത് എന്നെ ദ്രോഹമല്ലേ ചെയ്തത്? ഞാൻ എടുത്ത് ചാടിക്കളഞ്ഞു. അയ്യോ, കത്തിച്ചു വിടാനല്ല പറഞ്ഞപ്പാ. ബസ് സ്പീഡിൽ പോട്ടെ അച്ഛനെ കേട്ടതാ കത്തിച്ചു വിടെ. നീ പറഞ്ഞത് സ്പീഡിൽ വിടാനല്ല, കത്തിച്ചു വിടാനാണ് പറഞ്ഞത്. അല്ലല്ല, മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയാണ്. എന്താണെങ്കിലും ശരി, ഞാൻ കൊണ്ടുപോകില്ല. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ അപ്പനാ ഗേറ്റ് ഒന്ന് തുറക്കും. ഞങ്ങൾക്ക് പോയിട്ട് വരാം. ഗേറ്റും തുറക്കൂല, വീടിന്റെ വാതിലും തുറക്കൂല. ഒരുപാട് കാര്യമുണ്ടെന്ന്. ജോണി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. ഏതാണ് ഈ ജോണി? ഏതാണെന്ന് നിങ്ങൾ വരും. ഇവിടെ ജോണിയായി ഡാൻസ് കളിച്ച് തുള്ളി നടക്കാനല്ല വന്നത്. നീ പറഞ്ഞിട്ട് എന്റെ മക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഉപദേശിക്കാനാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചേക്കണത്. ചേട്ടാ വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഈ വീട്ടിലൊന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടെ? അതിനാണ് നീ എന്നെ ഞങ്ങൾ വിളിച്ചത്. അല്ല പിന്നെ എടാ, നിന്നെ ഞാൻ വിളിച്ചത് എന്റെ മക്കളെ ഉപദേശിക്കാനാണ്, എന്നെ ഉപദേശിക്കാനല്ല. അവരെ ഉപദേശിക്കണം. മക്കളെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ എല്ലാരും വന്നിട്ടുണ്ട്. എടാ നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ ഈ അപ്പനെ ഇട്ട് വിഷമിപ്പിക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ് ഈ പറയണത്? ഒന്നുകിൽ നിന്നെയൊക്കെ വളർത്തി ഈ ഒരു പരുവാക്കിയിട്ട് നീ ഒരെണ്ണം പോലും ഈ അപ്പനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എടാ ഇങ്ങോട്ട് നോക്കി, കാടും പടലും ഉള്ള സ്ഥലമായത്. ഒരു പാമ്പ് വന്ന് ഈ അച്ഛനെ കഴിച്ചു കൊന്നാൽ നാട്ടുകാർ പറയും നീയൊക്കെ വിഷം കൊടുത്ത് കൊന്നാന്ന് പറയും. അറിയാമോ? ഇങ്ങോട്ട് നോക്കി, ഈ മനുഷ്യൻ എന്നും 4 മണിക്ക് നടക്കാൻ ഇറങ്ങുന്നത് ഞാൻ കാണുന്നതാ. ഒരു ടിപ്പർ ലോറി വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തൂടെ അരഞ്ഞ് ചതഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്താ പറയുന്നറിയോ? കൊട്ടേഷൻ കൊടുത്ത് ഇയാളെ കൊന്നെന്ന് പറയും. ചിരിപ്പിക്കാതെ പോയി. നിനക്കൊരു കാര്യം കേൾക്കണോ? എടാ ഈ ടെൻഷൻ മൂത്ത് ഈ ഉത്തരത്തിന്റെ മേളിൽ അയാളെ കെട്ടിത്തൂക്കി ചത്തു കഴിഞ്ഞാലേ നാട്ടുകാരെന്താ പറയുന്നറിയോ? നീ എല്ലാം കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കെന്ന് പറയും.
എടാ ഇടിമിന്നലേറ്റ് ഈ മനുഷ്യൻ മരിച്ചാലേ നാട്ടുകാരെന്താ പറയുന്നറിയാവോ? എടാ നീയൊക്കെ ഷോക്ക് ഏൽപ്പിച്ച് കൊന്നാന്ന് പറയും. അറിയാവോ? നീ ഞാൻ ഏതായാലും ചാകുമ്പോ ഒരു പ്രാവശ്യം ചാകുള്ളൂ. നീ വന്ന ഉടനെ എന്നെ 4 രീതിയിലാണ് അങ്ങോട്ട് കൊന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പാ കൊന്നാ പാവം തിന്നാ തീരും. ഇപ്പൊ എന്നെ കൊല്ലും, നീ എടുത്ത് തിന്നോ. അപ്പം അപ്പനെ നോക്കുന്ന കാര്യത്തിൽ അതെ, ഒരു നിങ്ങൾ കാര്യം തീരുമാനം പറയട്ടെ. എടുക്കണം. അപ്പനോട് ഇത്ര സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്പനെ ചേട്ടന്റെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾ നോക്കിക്കോ. ഇപ്പൊ എന്റെ അപ്പനെ നോക്കാൻ എനിക്ക് സമയമില്ല, നല്ല നിന്റെയൊക്കെ അപ്പനെ നോക്കാൻ പോകും. അപ്പോ ഈ അപ്പനെ നോക്കാത്ത മക്കള് പിശാചിന്റെ മക്കളാ. അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. 4 പിശാചിന്റെ മക്കളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടി ഞാൻ കണ്ടു. അപ്പനെ നോക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം നിങ്ങൾ എന്നെ കൊണ്ട് പറ്റൂല. ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നമുക്കൊരു ഒരാളെ നിർത്തിയിട്ട് അപ്പനെ നോക്കിച്ചാൽ അങ്ങനെ തീരുമാനം എടുക്കുക. ശമ്പളത്തിന് ഒരാളെ നിർത്താം. അല്ല ഇപ്പൊ ആരെ കിട്ടാനാണ്? അല്ല അങ്ങനെയാണെങ്കിൽ പറ്റിയ ഒരാൾ നമ്മുടെ കയ്യിലുണ്ട്. ജെമിനി സർക്കസിലുള്ള ഒരു കുമാരനുണ്ട് കരടീനെ നോക്കണത്. നല്ല ട്രീറ്റ്മെന്റ്. കരടി നോക്കിയിട്ടുള്ള ആളാണോ? അപ്പൊ അപ്പനായിട്ട് മാച്ചാപ്പിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ 200 ഇട്ട്. ഞാനും ഇട്ട് 200. ഞാനും 200 ഇട്ട്. ഞാനും ഒരു 200 ഇട്ട്. എന്തിന്? മേടിക്കുമ്പോ നല്ലോണം മേടിക്കട കടിച്ചിട്ട് കുറേ. ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി വന്ന് കുളവാക്കല്ലേ? ചേട്ടാ നടക്കൂല. ഞാൻ പറഞ്ഞ റെഡിയാക്കി തരാം. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ട്. ഇവിടെ ഒരു മാസത്തിൽ 30 ദിവസമില്ലേ? 30 ദിവസം ഉണ്ട്. അതിൽ ആദ്യത്തെ 10 ദിവസം ഇവൻ അപ്പനെ നോക്കട്ടെ, അടുത്ത 10 ദിവസം നീ അപ്പനെ നോക്കട്ടെ, അടുത്ത 10 ദിവസം ഇവൻ അപ്പനെ നോക്കട്ടെ. സംഭവം ഒക്കെ ആയല്ലോ. ഹലോ പോയി. അപ്പൊ അവളോ? ഓ അങ്ങനൊരു സാധനം ഉണ്ടല്ലേ. എന്തിനാ 3 എണ്ണത്തിന് പോരായിരുന്നോ? പറ്റിപ്പോയി. വഴിയുണ്ട്. ആദ്യത്തെ മാസത്തിലെ 7 ദിവസം ഒരാളപ്പനെ നോക്കട്ടെ, അടുത്ത 7 ദിവസം മറ്റൊരാളപ്പനെ നോക്കട്ടെ. അതായത് നിങ്ങൾ 2 പേര് നോക്കിയത് വിചാരിക്കാം. അപ്പൊ 7 പേരും 14 ദിവസം ആയില്ലേ? അടുത്ത 7 ദിവസം ഇവൻ നോക്കട്ടെ, അടുത്ത 7 ദിവസം ഇവൻ നോക്കട്ടെ. അപ്പൊ 7 പേരും 14 ആയി. അങ്ങനെ 14 28. ആരുടെ 28? 28 അല്ല, ഫെബ്രുവരി മാസത്തെ കണക്കല്ലേ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള മാസങ്ങൾ 29, 30, 31 ഉണ്ട്. 29-ാം തീയതി എന്നെ ആര് നോക്കും? 29-ാം തീയതി ചേട്ടനെ ആരും നോക്കുന്നില്ല. 29-ാം തീയതി ചേട്ടന്റെ കാര്യങ്ങളും നോക്കി ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. 30-ാം തീയതി 30-ാം തീയതി ഒരു കാര്യം ചെയ്യണം. 30-ാം തീയതി ഈ 4 മക്കളുണ്ടെന്ന് അങ്ങോട്ട് കരുതി സനാഥനാകുക. പോട്ടെ, 31-ാം തീയതിയോ? 31-ാം തീയതി ഈ 4 മക്കളെന്നല്ല ഒരു പട്ടി പോലും ചേട്ടനെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് കരുതി അനാഥനാകുക. അതല്ലേ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണാനല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അതിനൊരു പരിഹാരം വന്ന മക്കളോട് ആദ്യം കാര്യം പറഞ്ഞിട്ട് അവരെന്നെ നോക്കാൻ പറയാം. ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പരാതി കൊടുത്താലുണ്ട് എല്ലാം കൊടുക്കും. 14, 28 എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ടൊക്കെ പോയി. പക്ഷെ ഇതിൽ ആദ്യം ആരും കൊണ്ടുപോകും. അതും കൂടി പറഞ്ഞിട്ട് പോവാ. നീ കൊണ്ടുവോ? ഞാനെങ്ങനെ മൂത്ത ചേട്ടനെ പിടിക്കുമ്പോ ചേട്ടൻ കൊണ്ടുപോകണ്ടേ? ആ പരിപാടി നടക്കൂല. കൊണ്ടുപോകാൻ പറ്റും, കൊണ്ടുപോയാൽ ഈ മണ്ണുണ്ണിനെ ഇവനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? ഞാൻ കൊണ്ടുപോവാ. എവിടെ ഞാൻ കൊണ്ടുപോവാ. എടാ കൊണ്ടുപോകാനായിട്ട് ബിരിയാണി ചമ്പല്ലേ ഇത്? ആ പുരാവസ്തുവിനെ കൊണ്ടുവന്ന ആരോട് പറഞ്ഞത്? ഇങ്ങോട്ട് മാറിക്കടാ. എന്റെ തലയിൽ വെക്കാൻ ആരും വിചാരിക്കണ്ട, ഞാൻ കൊണ്ടുപോകില്ല. പരിഹാരമുണ്ട്. നമുക്ക് നിറക്കിട്ടാലോ? അതൊരു കാര്യം ചെയ്യാം. ഈ പേപ്പർ 4 കയറി നിങ്ങൾ 4 പേര് നീ കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കണ്ടാടാ. ഇത് കണ്ടാടാ, മക്കൾക്കില്ലാത്ത സ്നേഹം മരുമകൻ. അവൻ എന്നെ കാല് തൊട്ട് തൊടണ കണ്ടാ? കാല് തൊട്ട് തൊടണല്ല, അവന്റെ കയ്യിലിരിക്കുന്ന കപ്പലിന് നിലത്ത് പോയിട്ട് തപ്പിയെടുക്കണ കാണുന്നത്. കിട്ടി 2 കിട്ടി. എന്റെ മക്ക് എല്ലാവരും പെട്ടെന്നിടേ തിന്നാനുള്ള സാധനമല്ല ഇത്. പോരാ ഇവനൊക്കെ എവിടുന്ന് വന്നോ? നറുക്കിടാൻ പോണേ. റെഡി 1 2 3. ഇവനൊക്കെ എന്തിനാ വന്നത്? എന്റെ പൊന്നളിയ ഒന്നും നിങ്ങൾ അതെ ഇങ്ങന്നെ ഈ അടുത്ത മാസം 11, 12 ഫ്രീ ആണോ? എന്റെ വീടിന്റെ പണി നടക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ എന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിന്നോ നോക്കൂത്തിയായിട്ട്. മൂക്കൂത്തിയല്ല നോക്കൂത്തി, അതുപോലും അറിയാൻ പാടില്ലാത്തൊരു മരം കുത്തി. എന്റെ അമ്മോ, ഞാനൊരു കാര്യം ചെയ്യാം. കുട്ടനാട്ടിൽ നിന്ന് കുറച്ച് താറാവിനെ മേടിച്ചു കൊണ്ടുവന്നേരാ, പുഴുങ്ങി തിന്നെ. താറാവ് കൊളസ്ട്രോൾ അല്ലേ? താറാവ് വെള്ളത്തിൽ കിടന്ന് നീന്തല്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല. ഞാനെടുക്കൂല, നീ എടുക്കും. ഞാൻ എടുത്തോളാം ഒരു കാര്യം. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആരുടെ പേരാണ് ആദ്യം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കൊണ്ട് നോക്കിക്കോളാം. പിന്നെ ആ സമയത്ത് അതൊന്നും പറയാം. അല്ല ഇതിനകത്ത് എന്തോ കള്ളക്കളി ഉണ്ട്. ഇതിനകത്ത് എന്തോ കള്ളക്കളി ഉണ്ട്. പേര് വീണത് നിനക്ക് തന്നെയാ. നീ തന്നെ അപ്പുറം ചേട്ടൻ നോക്കണം അല്ലേ? പക്ഷെ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നോക്കണേലും എനിക്ക് കുഴപ്പമില്ല. ഈ നോക്കി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, 7 ദിവസം നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ 8-ാം ദിവസം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. അത് ഞാൻ ആ കൊണ്ടുവന്നതിന്റെ ചെലവാര് വഹിക്കും? ആ കാശ് ഇവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുവരണ്ടേ? അതപ്പന്റെ പെൻഷൻ കാശ്. പെൻഷൻ കാശ് തൊട്ടാരും കളിക്കാൻ നിൽക്കണ്ട. ആകെ ഉള്ളത് പെൻഷനാ.
ആ പെൻഷൻ കാശുമ്പോ തൊട്ട് കളിക്കാൻ നിൽക്കണം. അല്ലാതെ അപ്പനെ നോക്കാൻ പറ്റുമോ നോക്കിയാൽ എന്നാ ഒരു കാര്യം ചെയ്യ്, പെൻഷൻ കാശ് വേണ്ട നമുക്ക്. അപ്പനെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 7 ദിവസം നോക്കി കഴിഞ്ഞതിന് ശേഷം കൊറിയർ ആയിട്ട് നേരെ അങ്ങോട്ട് ഒരു പെട്ടിയിലങ്ങടെ അയച്ചേക്കാം. മതി, ഞാൻ എടുത്തോളാം. ഞാൻ കഴിക്കാൻ നേരത്തെ എന്നെ ഏതായാലും വില കുറഞ്ഞൊരു പെട്ടിക്കകത്ത് ഇടും. അതിന് മുമ്പ് എന്നെ കൊറിയർ പെട്ടിക്കകത്ത് കയറ്റണം. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, 7 ദിവസം നോക്കിയതിന് ശേഷം അച്ഛനെ കുളിപ്പിച്ച് ഞാൻ അവിടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരുത്തിക്കോ, പക്ഷെ കുളിപ്പിച്ച് കിടത്തരുത്. എന്നെ അവൻ കൊണ്ടുപോകാനുള്ളതാ. 8-ന്റെ ഞാൻ വന്നെടുത്തോളാം കേട്ടോ. അങ്ങനെ വിളിച്ചാ എന്റെ പട്ടി വരും. അല്ല വാങ്ങട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വീട്ടിൽ വന്നിട്ട് എന്റെ മക്കളോടെങ്ങാനും സംസാരിച്ചണ്ടല്ലോ. എന്റെ പേരക്കുട്ടികളോട് എനിക്ക് സംസാരിച്ചു കൂടാ. അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കണം, അതുകൊണ്ടാണ് മലയാളത്തിൽ പഠിച്ചാടാ. അതിനെന്തിനാ അവരോട് സംസാരിക്കണം? എന്റെ പേരക്കുട്ടികളല്ലടാ. എന്റെ പേരക്കുട്ടികൾ രാവിലെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, രാവിലെ ചൂടുവെള്ളം വേണം തണുത്ത വെള്ളം വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ എനിക്ക് കുളിക്കണ്ടേ? കുളിച്ചിട്ട് ഇപ്പൊ അവിടെ പോകാനാ? ഒന്നാമത് അവൾക്ക് ഒരുപാട് പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവൾ അറിയോ, അവൾ ചില ദിവസം രാവിലെ 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. രാത്രി 1 മണിക്ക് വരും, ചിലപ്പോൾ രാവിലെ 3 മണിക്ക് വരും, 2 മണിക്ക് വരും. അങ്ങനെ ഓടിയിടുന്നതാണ് അവിടെ ജോലി എടുക്കണം. അറിയോ അവൾക്ക് എന്താ പണി? അവൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യണ്. ടെക്നോ പാർക്ക് അല്ല, പാർക്കിൽ എന്തോ ടെക്നിക്കാണ്. ഞാൻ എങ്ങനെ ഒരു വീട്ടിൽ വന്നിട്ട് വല്ലതും കട്ട് തിന്നാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ ഇന്നലെ അന്ന് തന്നതുപോലെ നിന്റെ ഭാര്യ എനിക്ക് അവലോസിട്ട് തന്ന എന്റെ പല്ല് കളയരുത്. അന്ന് മേശപ്പുറത്ത് ഒരു പ്ലേറ്റിനകത്ത് ഒരു വെള്ളം ഉണ്ടാകുന്നില്ലേ, എന്റെ 2 കൊല്ലാ പോയത്. അത് കടിച്ചിട്ട് പൊട്ടാഞ്ഞിട്ട് ഞാൻ ഈ കസേരയുടെ അടിയിൽ വെച്ച് അമർത്തി നോക്കി, എന്നിട്ടും പൊട്ടില്ല. മിക്സിക്കകത്തിട്ട് അടിച്ച് മിക്സിയുടെ ബ്ലേഡ് പോയി. ദൈവത്തോർത്ത് അതെനിക്ക് തരരുത്. അതെന്താന്നോർത്ത് അച്ഛൻ ഭാര്യ പറഞ്ഞ അവലോസുണ്ടിയാണ്. അവലോസുണ്ടി അല്ലാതെ ഞാനും പിള്ളേരോട് കടപ്പുറത്ത് കറങ്ങാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വെള്ളാരങ്കല്ല് എടുത്തുകൊണ്ട് വന്നാ. എന്റെ ഭാര്യ ഇല്ലാത്ത സമയത്ത് അച്ഛനെ കട്ട് നിന്നല്ലേ അവലോസുണ്ട്. എന്റെ പൊന്നോ, ഇങ്ങനെ ഒരു നശിച്ച സാധനത്തിന്റെ മകനായിട്ടാണല്ലോ ജനിച്ചത്. മേരി, നീ നേരത്തെ പോയത് നന്നായി, ഇല്ലേ ഇവര് നിന്നെ കൊന്നു കളഞ്ഞേനെ. മക്കളില്ലാന്ന് കരുതി നീയും ഞാനും കൂടി എത്ര മെഴുകുതിരി അടി കത്തിച്ചത്. ഇപ്പം മെഴുകുതിരി പോലെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് മേരി ഞാൻ. നമ്മൾ കല്യാണം കഴിച്ചതല്ല തെറ്റ്, കല്യാണം കഴിക്കാതെ നമ്മൾ പ്രേമിച്ച് നടന്നാൽ മതിയായിരുന്നു. കല്യാണം കഴിച്ചാൽ തന്നെ നമ്മൾ അപ്പുറം ഇപ്പുറവും മാറിയിരുന്ന് സംസാരിച്ചിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ ഇത്തിരി സംസാരിച്ച് സ്നേഹിച്ചു പോയി. നമ്മൾ ചെയ്തത് നല്ലതാണ്. ഈ കാണുന്ന 4 തെറ്റുകൾ. ഞാൻ മേരി, അപ്പനമ്മമാർക്ക് എന്നും മക്കൾ കുട്ടികളാണ്, പക്ഷെ കുട്ടികൾക്ക് അപ്പനമ്മമാരെന്നും വീട്ടിലെ പട്ടികളാണ്.